കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റോഡിയൽ ടോർച്ചറിന് ശേഷം പോലീസിന്റെ വലിയ ക്രൂരത എന്ന രീതിയിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. പോലീസിന്റെ പ്രവർത്തനങ്ങളെ വീഡിയോ ചെയ്യുന്നതിൽ നിന്ന് പബ്ലിക്കിനെ വിലക്കുന്നതിന് വേണ്ടി ക്രൂരമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നു എന്നാണ് പ്രാഥമികമായി ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വീഡിയോ വെച്ച് പലരും ചോദിക്കുന്നുണ്ട്, പോലീസിന്റെ പ്രവർത്തനങ്ങളെ വീഡിയോ ചെയ്യുന്നതിൽ നിന്നുള്ള അവകാശത്തെ ഹനിക്കാൻ പോലീസിന് അധികാരമുണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ പോലീസ് അടിച്ചാൽ എങ്ങനെയാണ് നിയമപരമായി പ്രതിരോധിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിയമപരമായി ഏതൊരു പോരാട്ടത്തിലും അത്യാവശ്യമായും നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കേണ്ടത് തെളിവുകളാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ക്രൂരതകൾക്കെതിരെയുള്ള തെളിവുകൾ തീർച്ചയായും അത് വീഡിയോ, ഫോട്ടോ, വിഷ്വൽസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊരു വിഷ്വൽസ് എടുക്കുന്നതിൽ നിന്ന് പൊതുജനത്തെ തടയാനുള്ള അധികാരം പോലീസിനുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. 2011 കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 33 ക്ലോസ് 2 അനുസരിച്ച് പബ്ലിക് സ്പേസിലോ പ്രൈവറ്റ് പ്ലേസിലോ ഏതൊരു പബ്ലിക്കിനും പോലീസിന്റെ പ്രവർത്തനങ്ങളെ വീഡിയോ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നും അങ്ങനെ വീഡിയോ ചെയ്യുന്ന പബ്ലിക്കിനെ തടയാനുള്ള അവകാശം ഒരു പോലീസുകാരനും ഇല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ എടുക്കുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ എവിഡൻസുകൾ പ്രൈമറി എവിഡൻസ് ആയിരിക്കുമെന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിന്റെ സെക്ഷൻ 61 വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിൽ നിന്ന് പൗരന്മാരെ പോലീസ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തെറ്റാണ്, പൗരന്മാരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്.